വെൽക്കം റൈഡേഴ്സ്. ഇതാണ് XMR 210, കരിഷ്മ XMR 210. ഒരു സമയത്ത് റോഡ് ഭരിച്ചിരുന്ന രാജാവായിരുന്നു കരിഷ്മ. ഇപ്പോഴും അത് ഭരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദിസ് ഇസ് എ ഡിസാസ്റ്റർ വെഹിക്കിൾ ഇൻ മൈ ഒപ്പീനിയൻ. ഇതാരും എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതിൻ്റെ മെയിൻ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻജിനാണ്. എൻജിനിൽ നിന്ന് നല്ല നോയ്സ് ഉണ്ട്. 2 പ്രാവശ്യം ഹെഡ് മാറ്റിയതാണ്. പിന്നെ ഇതിൻ്റെ സ്വിച്ചസ് ലെഫ്റ്റ് 2 പ്രാവശ്യം മാറ്റി, റൈറ്റ് 2 പ്രാവശ്യം മാറ്റി. പക്ഷേ ഇപ്പോൾ റെയിനി സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് കംഫർട്ടബിളാണ്. പിന്നെ കമ്മിങ് ടു ദ ബാറ്ററി ഇവർ എക്സീഡിൻ്റെ ബാറ്ററി ആയിരുന്നു. അത് ഭയങ്കര വിഷയമുള്ള കാര്യമായിരുന്നു. അത് മാറ്റി ഞാൻ തന്നെ എൻ്റെ പൈസ മുടക്കി ആമറോണിൻ്റെ ബാറ്ററി മേടിച്ച് വെച്ചു. പിന്നെ അതിൻ്റെ റിലേ കംപ്ലൈൻ്റ് ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ലാഗ് ഫീല് വരുന്നുണ്ട് ഈ സാധനത്തിന്. പിന്നെ വയറിംഗ് കിറ്റ് വൺ ഓഫ് ദ ഫ്ലോപ്പസ്റ്റ് വണ്ണാണ്. ഇതിൻ്റെ വയറിംഗ് കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, തീരെ ലോക്കലൈസ്ഡ് ആയിട്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. വയറിംഗ് കിറ്റും ബാക്കി കാര്യങ്ങളും. പിന്നെ ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടുന്നുണ്ട്. കാരണം മിററിലുള്ള പെയിൻറ്റ് പോകുന്നുണ്ട്, നമ്മളെ ഫൂട്ട് റെസ്റ്റിൻ്റെ സൈഡിലുള്ള പെയിൻറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഈ വണ്ടിക്കകത്തുണ്ട്, ഒരുപാട്. കാരണം 1 ഇയർ കഴിഞ്ഞിട്ടും ഇതിൻ്റെ അപ്ഡേറ്റഡ് ഹെഡൊക്കെ വന്നു. അതായത് ഇതേ സെയിം എഞ്ചിനാണ് X+ 210 വരുന്നത്. പക്ഷേ X+ എന്നുള്ള സീരീസ് കൊണ്ടാണ് ഹീറോ ഒരുപാട് വളർന്നത്. അപ്പോൾ ഈ ഒരു എൻജിൻ വെച്ച് X+ൻ്റെ പുതിയത് എടുക്കുകയാണെങ്കിൽ ഡിസാസ്റ്റർ ആയിരിക്കും. ഞാൻ ഈ വണ്ടി എടുത്തൊരു 10-12 മേളിൽ ഷോറൂമിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഫ്യൂവൽ പമ്പ് മാറ്റിയായിരുന്നു. ഇതിൻ്റെ ബാറ്ററിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. സ്വിച്ചസ് മാറി. ഇത് 2 പ്രാവശ്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോയ സ്വിച്ചിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ പെയിൻറ്റിൻ്റെ ഇഷ്യൂ, ഹെഡ് 2 പ്രാവശ്യം മാറ്റി. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. X+ 210 സെയിം എഞ്ചിനായിട്ട് തന്നെ ഞാൻ ഒരിക്കലും X+ 210 എടുക്കാൻ പറയത്തില്ല. കാരണം അവർക്ക് പോലും, അതായത് കമ്പനി സൈഡിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഇഷ്യൂസ് അവർക്ക് കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവർ പല അപ്ഡേഷനും കൊണ്ടുവന്ന് നോക്കി, ഒരു രക്ഷയില്ല. സെയിം X+ൻ്റെ അതേ എൻജിനായതുകൊണ്ട് തന്നെ ചെറിയൊരു മോഡിഫിക്കേഷൻ ഹെഡിൽ മാറ്റിയിട്ട് പോലും നമുക്ക് ഒരുപാട് ലോങ് ടേമിന് പവർ ഇഷ്യൂസ് വരണം. അതായത് ഫസ്റ്റ് വണ്ടി എടുത്ത് ഒരു 10 കിലോമീറ്റർ മാത്രം ഓടുന്നവർക്കാണെങ്കിൽ ഈ വണ്ടി സുഖമാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു 10 കിലോമീറ്റർ ഓടുകയാണ്, വലുതായിട്ട് വണ്ടി ചൂടാവത്തില്ല. ഒരു സിറ്റി ചെറിയ ഒരു റൈഡിന് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം. അല്ലാതെ 15 കിലോമീറ്ററിന് മേളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോട്ടൽ ലാഗ്, നല്ല രീതിയിൽ ലാഗ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എൻജിൻ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് പമ്മലാണ്. എന്താ പറയുക, നമ്മൾ പമ്മി പോകും പോലെയാണ്. ഒരു ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുക്കുന്നു, കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ അങ്ങ് വലിച്ചുകൊണ്ട് പോകുന്നത്. ഇനിഷ്യൽ ആക്സിലേറ്ററിൽ ഒന്നും വർക്കിംഗ് അല്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇതിൻ്റെ കേബിൾ എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് കമ്പനി സൈഡിന് അറിയില്ല. കമ്പനി സൈഡ് പറയുന്നത് ഒരു പ്രശ്നമില്ല എന്നാണ്. നിങ്ങളൊരു 50% കരിഷ്മ XMR ഓണേഴ്സിനെ എടുക്കുകയാണെങ്കിൽ അതിലൊരു 48 ആൾക്കാർക്കും സെയിം ഇഷ്യൂ, ഞാൻ പറയുന്ന ഇഷ്യൂസ് ഉണ്ടായിരിക്കാനേ വഴിയുള്ളൂ. അതായത് കോമൺ ആയിട്ട് പറഞ്ഞ ഇഷ്യൂസാണ്. ഈ ഒരു വണ്ടി കാരണം ഹീറോയുടെ ഷോറൂമുകാർ കിടന്ന് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഗോ ഫോർ X+ 210, എക്സ്ട്രീം 250 ആൻഡ് XMR 250. ഇനി അപ്കമിങ് വണ്ടിയായ എക്സ്ട്രീം 250ക്കും XMR 250ക്കും ഈ സെയിം എഞ്ചിനാണ്. ചെറിയൊരു മോഡിഫിക്കേഷനേ ഉള്ളൂ. ബട്ട് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഷോറൂമിൽ കയറി ഇറങ്ങുക. നിങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമില്ലെങ്കിൽ നിങ്ങളെടുത്തോ, ഒരു പ്രശ്നമില്ല. കാരണം നിങ്ങൾ ഷോറൂമിൽ നിങ്ങൾക്ക് അറിയാവുള്ളൂ. അതായത് ഡൈ ഹാർഡ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി അന്വേഷിക്കുക, എന്തുമാത്രം പ്രോബ്ലമാണ് ഈ വണ്ടി മുഖേന അവർ ഫേസ് ചെയ്യുന്നതെന്ന്. അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ വണ്ടി. പിന്നെ സെക്കൻഡ് തിങ് ഈസ്, വണ്ടി പണിയാൻ അറിയാനുള്ള ഒരു ടെക്നീഷ്യനും ഹീറോയിൽ നല്ല സ്കിൽഡായിട്ട് ടെക്നീഷ്യൻസ് ഇല്ല. അപ്പോൾ വൺ ഓഫ് ദ വേഴ്സ്റ്റ് തിങ്ങാണ്. അവർ നല്ലൊരു ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ കോമ്പണൻസ് ഈ വണ്ടിയിൽ വരുന്ന A-Z പാർട്സും ഇറ്റ്സ് എ വൺ ഓഫ് ദ ലോ ക്വാളിറ്റി. പിന്നെ ഈ വണ്ടിയിലുള്ള ഒരു ചുണ്ണി സാധനം കാണിച്ചു തരാം. ഇതെന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് അവന്മാർക്കും അറിഞ്ഞൂടാ. എന്തിനാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാം ഈ സാധനം. എന്തിനാണെന്ന് അറിയില്ല. ഉള്ള വൈബ്രേഷൻ മൊത്തം അടിക്കുന്നുണ്ട്. ഒരു ഉപയോഗമൊന്നും പറയാനില്ല. വല്ലാത്തൊരു പ്രശ്നമാണ്. കാരണം ഇപ്പോൾ ഈ വണ്ടി എടുത്ത് കുറച്ച് ദൂരം ഓടിച്ചുള്ളൂ, അതുകൊണ്ട് വലിയ നോയ്സ് ഇല്ല. ബട്ട്
കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ നോയ്സ് അങ്ങ് മാറും. നോയ്സ് മാറും, ഹീറ്റ് ആകുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് വേറെയാവും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. ബട്ട് ഇതിൻ്റെ വളരെയധികം അഡ്വാൻറ്റേജ് പറയാൻ റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ എന്താ പറയുക, ഒരു കംഫർട്ട് ഫീലാണ് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ. പിന്നെ അതിൻ്റെ ലുക്ക് വൈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുള്ളാണ്, വൺ സെക്സിയസ്റ്റ് വണ്ടി എന്ന് പറയാം. കാരണം പല ആംഗിളിൽ നിന്ന് പല ലുക്കാണ് നമുക്ക് തരുന്നത്. നമ്മൾ തന്നെ ഒരു വല്ലാത്തൊരു ബ്യൂട്ടിയാണ് ഈ വണ്ടിക്ക്, അത് പറയാതിരിക്കാൻ വയ്യ. ഈ 2 അഡ്വാൻറ്റേജേ ഉള്ളൂ ഈ വണ്ടിക്ക്. ഇതിന് വേണ്ടി നമ്മൾ പൈസ കൊടുത്ത് ഒരു കടിക്കണ പട്ടിയെ മേടിക്കണോ എന്നൊന്ന് ആലോചിക്കണം. കാരണം ഇനി X+210 എക്സ്ട്രീമും മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇതൊരു വാർണിംഗ് സൈനാണ്. ഡോണ്ട് ഗോ ഫോർ ഇറ്റ്, യു വിൽ സ്ട്രഗിൾ ബാഡ്ലി. ഇതൊരു നൈറ്റ് മെയർ ആയിരിക്കും. ഒരിക്കലും ഞാൻ ഈ വണ്ടി എടുക്കാൻ പറയത്തില്ല. കാരണം ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണ് കരിഷ്മ എന്നുള്ളൊരു വണ്ടി. നമ്മൾ ചെറുപ്രായത്ത് അറിയാം, കരിഷ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹരമായിരുന്നു. അന്ന് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇപ്പം മേടിച്ചതാണ്. പക്ഷേ ഈ മേടിച്ചത് എൻ്റെ വേസ്റ്റ് ഡിസിഷനാണ് എവർ മൈ ലൈഫ്, പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് എ വേസ്റ്റ് ഡിസിഷനായിപ്പോയി. ഏറ്റവും ലക്കിയസ്റ്റ് വണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ആണെങ്കിൽ 100 വണ്ടീസ് എടുക്കുമ്പോഴായിരിക്കും ഒരു വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരുന്നത്. ഇത് 100ൽ 95% സെയിം പ്രോബ്ലം, സെയിം ഇഷ്യൂ, അങ്ങനെ സെയിം പ്രോബ്ലമാണ്. അല്ല വേറെ വഴിയൊന്നുമില്ല, സെയിം പ്രോബ്ലം. നിങ്ങൾ അന്വേഷിച്ചറിയാം, ഓണേഴ്സിനായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ, സെയിം പ്രോബ്ലമാണ്. പിന്നെ ഈ വണ്ടിക്ക് പറയും ഇതിൻ്റെ ക്വാളിറ്റി, പിന്നെ ഹീറോ സ്നേഹിക്കുന്നവരൊക്കെ പറയും, അയ്യോ എൻ്റെ മോനെ ഹീറോയുടെ വണ്ടി പിന്നെ അവർ ഇറക്കുന്നതെന്നുള്ളൂ, ഇതിൻ്റെ പാർട്സും മറ്റ് സാമാനങ്ങളും പറയും എല്ലാം വേറെ കമ്പനിയാണ് ചെയ്യണത്. നമുക്ക് ഹീറോ എന്നുള്ള തന്തേ അറിയാവൂ. അവന്മാർ റെഡിയാക്കി തരേണ്ട സാധനം, അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട സാധനം, അത് ചെയ്യാതെ വെറുതെ ഒരു ഡെമോ, ഒരു കരിഷ്മ സീരീസ് എങ്ങനെയാണ് മാർക്കറ്റിംഗ് എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറക്കി ആൾക്കാരെ പറ്റിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ലിറ്ററലി ഇതൊരു പറ്റിപ്പാണ്. ഈ വണ്ടി ഇറക്കിയത് വെറും ഒരു പറ്റിപ്പാണ്. ഓണേഴ്സിൻ്റെ ഒരു ചെറിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറിയാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ ചിലവർ പറയുന്നുണ്ട് പെട്രോൾ മാറ്റി അടിക്കുക, മറ്റേതാണ് മറിച്ചാണ്, പെട്രോൾ മാറ്റി അടിക്കുക ഭയങ്കര സെറ്റപ്പാണെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പറയും, നമ്മളൊരു ലോങ് ടൂർ പോകുന്നു, എല്ലായിടവും 95 കിട്ടണമെന്നില്ല, എല്ലായിടവും മറ്റേ കൂടിയ പെട്രോൾ കിട്ടണമെന്നില്ല. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ പറയുന്നവരുടെ അടുത്ത് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ 95 വണ്ടി എടുത്ത് അന്ന് മുതൽ 95 മാത്രമേ അടിക്കുന്നുള്ളൂ. എനിക്ക് കാരണം പെട്രോൾ ഇപ്പോൾ കൂടിയ കമ്പനി ആയിരുന്നാലും അവർ പറയുന്നുണ്ട്, നിങ്ങൾ 95 അടിക്കുകയാണെങ്കിൽ സ്ഥിരം അടിക്കുക, അല്ലാതെ ലോക്കൽ പെട്രോൾ അടിക്കണമെങ്കിൽ അത് സ്ഥിരമായിട്ട് അടിക്കുന്നു, മാറ്റി അടിക്കരുതെന്ന് പറയും. പക്ഷേ എന്നിട്ട് പോലും ഇത്രയും കൂടിയ പെട്രോൾ സ്ഥിരമായിട്ട് അടിച്ചിട്ടും എനിക്ക് ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ട്. പിന്നെ സെക്കൻഡ് തിങ് ഈസ് ഓയിൽ മാറ്റിക്കഴിഞ്ഞാൽ എഞ്ചിനൊന്നും ശബ്ദം വരില്ല, പിന്നെ ഒരു പ്രശ്നവുമില്ല, ഭയങ്കര സെറ്റപ്പാണെന്നൊക്കെ പറയും. പക്ഷേ ഓയിൽ ദയവ് ചെയ്ത് ആരും മാറ്റരുത്. മാറ്റിക്കഴിഞ്ഞാൽ ഇവരന്മാരെ കുറേ ഹെഡൊക്കെ ഉണ്ട്, നമ്മൾ നല്ല ഇഷ്യൂസ് അയക്കുമ്പോഴും അവർ വന്നിട്ട് ഓയിൽ ചെക്ക് ചെയ്യും. അതിൽ ഹീറോയുടെ ഓയിലല്ല എന്ന് പറയുന്നതാണെങ്കിൽ എൻജിൻ്റെ ഒരു പാർട്സും മാറ്റിത്തരത്തില്ല. വീണ്ടും പറയണം, ആരും വാക്ക് കേട്ട് എൻജിൻ ഓയിൽ മാറ്റുകയോ നിങ്ങളതായിട്ട് ഒരു പണിയും ഇതിൽ ചെയ്യരുത്. കാരണം 5 വർഷത്തെ വാറൻറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അതിന് വേണ്ടി പോകരുതെന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ കിലോമീറ്റർ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, 2654 ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഒരു ലോങ് ടൂർ പോകണമെന്ന് പറഞ്ഞ് വിചാരിക്കുമ്പോഴേ ഇതിൻ്റെ ഒരു എൻജിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം എത്തുമ്പോൾ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് അങ്ങ് പോകും. അമ്മാതിരി ലാഗ് അടിക്കും. ലാഗും മിസ്സിങ്ങിനെ പറയണ്ട, ഒടുക്കത്തെ മിസ്സിങ്ങാണ്. വണ്ടിയുടെ മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു മിസ്സിങ്ങാണ്. നമ്മളെക്കൊണ്ട് പറ്റത്തില്ല ചില സമയത്ത്. ഇപ്പം നമ്മൾ 2.5 ലക്ഷം രൂപ കൊടുത്തൊരു വണ്ടി മേടിച്ചിട്ട് അതിനെ നമ്മൾ 2.5 ലക്ഷം എന്ന് പറയാൻ കാര്യം ഞാൻ ഇത് PPF ചെയ്തിട്ടുണ്ട്, പിന്നെ എല്ലാം കൂടെ ചേർത്താണ് പറയുന്നത് കേട്ടോ, എല്ലാം കൂടെ ചേർത്താണ് 2.5 ലക്ഷത്തിന് മേളിലായി. എല്ലാം ചെയ്തൊരു വണ്ടി ഇറക്കിയിട്ട് അതൊന്ന് ആസ്വദിക്കാനുള്ളൊരു ഭാഗ്യമില്ല. ഷോറൂമിൽ കൊടുക്കുക, വീട്ടിൽ വരിക, ഇതൊക്കെയാണ് പരിപാടി. പിന്നെ കമ്മിങ് ടു ദ ടയർ, MRFൻ്റെ ടയറാണ് ദ വേസ്റ്റ് തിങ്ങാണ്. ഒരുപാട് തവണ ഞാൻ ഇതുകൊണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം തെന്നിപ്പോയിട്ടുണ്ട്, പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി കാരണം.
അപ്പോൾ അത് വണ്ടിയല്ല ഞാൻ പറയുന്നത്, അത് ടയർ കാരണം.